നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിയോ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടുപേരും ഫുട്ബോൾ ലോകത്തെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലം വിസ്മയിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി വരുന്ന കാലഘട്ടത്തിൽ അവരുടെ മക്കൾ ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുമോ? സാധാരണഗതിയിൽ അത്രയധികം മക്കൾ വിജയങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഒക്കെയാണ് അങ്ങനെ പിതാവിൻ്റെ പാതയിൽ ഫുട്ബോളിൽ മക്കൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നോക്കുക, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പുത്രൻ ക്രിസ്ത്യാനോ ജൂനിയർ അൽ നസറിൻ്റെ അണ്ടർ 13 ടീമിനോടൊപ്പം കിരീടം ചൂടുകയുണ്ടായി. സൗദി പ്രീമിയർ ലീഗ്, അണ്ടർ 13 സൗദി പ്രീമിയർ ലീഗ്, അങ്ങനെയാണ് ആ ലീഗിൻ്റെ പേര്. അതിൽ അൽ നസർ കിരീടം ചൂടുമ്പോൾ ഗോളുകൾ അടക്കം മിന്നുന്ന പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യാനോ ജൂനിയർ. പിന്നെ കഴിഞ്ഞ ദിവസം അൽ നസറിൻ്റെ മത്സരത്തിൻ്റെ മുൻപ്, ആ കളി തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ കുട്ടി താരങ്ങൾ കളിക്കളത്തിലേക്ക് വരികയും ആദരം അവർക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്തു. ഒരു ഭാഗത്ത് ക്രിസ്ത്യാനോയുടെ ആരാധകർ ക്രിസ്ത്യാനോ ജൂനിയർ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാത പിന്തുടർന്ന് ഫുട്ബോൾ ലോകം ഭരിക്കുന്ന സ്വപ്നം കാണുന്നുണ്ട്. അപ്പോഴാണ് മറുഭാഗത്ത് ലയണൽ മെസ്സിയുടെ പുത്രൻ തിയാഗോ മെസ്സി ഇന്റർ മയാമിക്കൊപ്പം കിരീടം ചൂടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഫൈനൽ മത്സരം, വെസ്റ്റേൺ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഒരു കിടിലൻ ഗോൾ നേടുകയുണ്ടായി. മെസ്സിയുടെ 11-കാരനായിട്ടുള്ള മകൻ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗോള് നേടി ആ ടീം കിരീടം ചൂടുകയുണ്ടായി. ഒരു വോളി ആണ് ഗോൾ കീപ്പറുടെ വലതുഭാഗത്തേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് ഗോൾ നേടുകയത്. ആ മത്സരത്തിൽ അവർ വിജയിച്ചു, കിരീടം ചൂടി. മെസ്സിയുടെ കട്ടച്ചങ്ക് ലൂയിസ് സുവാരസിന്റെ പുത്രൻ ബെഞ്ചമിനും ആ ടീമിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും കളി കാണാൻ വേണ്ടി മെസ്സിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മെസ്സിയുടെ വഴിയെയാണോ തിയാഗോ മെസ്സിയും വളരുന്നത് എന്നുള്ളതാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഭാവിയിൽ ക്രിസ്ത്യാനോ ജൂനിയർ വേഴ്സസ് തിയാഗോ മെസ്സി, ക്രിസ്ത്യാനോ വേഴ്സസ് മെസ്സി വീണ്ടും നമുക്ക് കാണാൻ കഴിയുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.